ചൂരൽമലയിൽ അപകടത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള പാലം ഒരുങ്ങുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പാലത്തിന് പകരമാണ് 35 കോടി ചെലവിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും സ്കൂളും മാത്രമല്ല, ചൂരൽമലയെ മുണ്ടക്കൈയുമായി ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് തകർന്നു പോയത്. താൽക്കാലികമായി സൈന്യം നിർമ്മിച്ച ബേലിപ്പാലം ഉണ്ടെങ്കിൽ പോലും ഇനിയൊരു ഉരുൾപൊട്ടൽ വന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന വമ്പൻ പാലമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നിർമ്മിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതായിരുന്നു. പാലം പൂർണ്ണമായി തകർന്നതോടെ മുണ്ടക്കൈ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. താൽക്കാലിക പാലം ഒരുക്കിയെങ്കിലും സൈന്യം ബേലിപ്പാലം നിർമ്മിച്ചതോടെയാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാനായത്. എന്നാൽ ഇപ്പോഴും നിയന്ത്രണത്തോടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വയനാട് പുനരധിവാസത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന പാലം. 35 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ചൂരൽമല ടൗണിൽ നിന്നും മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. 100 കണക്കിന് തൊഴിലാളികളോടെ പണിയെടുക്കുന്നുണ്ട് അവിടെ. പിന്നെ എസ്റ്റേറ്റുകളുണ്ട്, തോട്ടങ്ങളുണ്ട്, ഓരോരുത്തർ വ്യക്തിപരമായ തോട്ടങ്ങളുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ്. പിന്നെ അട്ടമല പ്രദേശത്ത് പള്ളി കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ് പാലം വരുന്നത്. ദുരന്തകാലത്ത് പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിനേക്കാൾ ഉയരത്തിലായിരിക്കും പാലം പണിയുക. മുൻപുണ്ടായിരുന്ന പാലത്തിനേക്കാൾ ഉയരം പുതിയ പാലത്തിനുണ്ടാകും. ആകെ നീളം 267.95 മീറ്റർ. പുഴയുടെ മുകളിൽ 107 മീറ്ററും ഇരുകരകളിലും 80 മീറ്റർ നീളവും പാലത്തിനുണ്ടാകും. വെള്ളത്തിൽ തൂണുണ്ടാവില്ല. ഇരുകരകളിലേക്കുമാണ് പാലത്തിൻ്റെ അടിസ്ഥാനം നിർമ്മിക്കുക. ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. പക്ഷേ ഈ പാലത്തിന് ഉയരം കൂടണം. കാരണം ഇനിയൊരു ഉരുൾപൊട്ടൽ വന്നാൽ, ഇപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ വേലിപ്പാലം അതിവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷയില്ല. കാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉയരം കൂടിയ പാലം, അതായത് ഇനിയൊരു ഉരുൾപൊട്ടൽ വന്നാലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പാലമാണ് ഇപ്പോൾ വരുന്ന. 35 കോടി രൂപ ഇതിന് പാസ്സായിട്ടുണ്ടെന്ന് പറയുമ്പോൾ 123 മീറ്റർ നീളത്തിലാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിനോട് പറയാനുള്ള സന്തോഷം. പുതിയ പാലം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല എന്നിവിടങ്ങളിലെ വികസനത്തിനും സഹായകമാകും. ന്യൂസ് മലയാളം, വയനാട്.